കേരള സർവകലാശാലയ്ക്ക് കീഴിലെ ശാസ്ത്രീയ കോളേജുകൾ നേരിടുന്ന അവഗണനയ്ക്കും അനീതിക്കുമെതിരെ KSMA നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ശാസ്ത്രീയ കോളേജ് സംരക്ഷണ പ്രചരണ സമര യാത്രയ്ക്ക് നാളെ പ്ലാത്രിയിൽ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ പ്ലാത്രിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മളിപ്പോൾ ചർച്ചയിലേക്ക് വരാം. നമ്മുടെ ശാസ്ത്രീയ കോളേജുകൾ കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ 108ഓളം വരുന്ന കോളേജുകളാണുള്ളത്. അതിൽ 80-ലധികം കോളേജുകൾ സ്വാശ്രയ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോളേജുകൾ. ഇതിൽ ജാതിയും മതവും വർഗവും നോക്കാതെ എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ വിഭാഗത്തിൻ്റെയും ഭാഗമായിട്ട് സ്വാശ്രയ കോളേജുകളുണ്ട്. അതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ആളുകളുടെ വിദ്യാർത്ഥികൾ 90% വിദ്യാർത്ഥികൾ പഠിക്കുന്നത് സ്വാശ്രയ കോളേജുകളിലാണ്. പഴയകാലം പോലെയല്ല, ഇപ്പോൾ എല്ലാ കുട്ടികളും റാങ്ക് നേടിയ കുട്ടികൾ പോലും സ്വാശ്രയ കോളേജിനെയാണ് അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ കോടാനക്കോടി രൂപ മുടക്കിയിട്ടാണ് സത്യത്തിൽ നമ്മൾ ഈ സ്വാശ്രയ കോളേജുകളുടെ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നത്. 10-20 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഏഴുമില്ല. UGCൻ്റെ ഗ്രാൻറ്റില്ല, ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റില്ല, MP MLA ഫണ്ടുമില്ല, ഒന്നുമില്ല. എല്ലാം നമ്മുടെ ട്രസ്റ്റുകളോ അല്ലെങ്കിൽ മതസംഘടനകളോ അവരുടെ പ്രേരണ കൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക കാര്യങ്ങളുടെ നടപ്പിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റായിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ ആകെ ഒരു അഫിലിയേഷൻ മാത്രമാണ്. ഈ അഫിലിയേഷൻ തന്നെ വമ്പം പൈസ നമ്മളോട് വാങ്ങുന്നുണ്ട്. ഏതൊരു കോളേജിലും ഗവൺമെൻറ് കോളേജുകളിലും വാങ്ങുന്നതിനേക്കാളും 10 ഇരട്ടി അഫിലിയേഷൻ ഫീസ് നമുക്ക് വാങ്ങുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരാവശ്യം പോലും യൂണിവേഴ്സിറ്റിയോ ഗവൺമെൻറ്റോ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ. 2013 ഞങ്ങൾക്ക് ഫീസ് ഘടന ഉണ്ടാക്കിയത്. ഈ 9,000 രൂപയാണ് ഫീസ് ഘടന നമുക്കുള്ളത്. ഒരു മാറ്റവും കഴിഞ്ഞ 13 വർഷമായിട്ട് ഇവിടെയില്ല. എല്ലാ നിലയിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഗവൺമെൻറ് 5% വർധനവ് വരുത്തി മുന്നോട്ട് പോയാണ്. അങ്ങനെ അന്നുണ്ടായിരുന്ന 6,000 രൂപ ഇപ്പം ഒരുപാടായി. അന്ന് 60,000 രൂപ 25,000 രൂപയായിരുന്നു അപ്ലിക്കേഷൻ ഫീസ്. ഇന്ന് 1,80,000 രൂപയോളം. കോഴ്സ് ഫീസും അങ്ങനെ തന്നെ കൂട്ടി പോവുകയാണ്. അവരുടെ ഫീസ് ഘടനയും ഒരുപാട് മാറ്റി, പിന്നെ പരീക്ഷാ ഫീസുകളും കൂട്ടി പോവുകയാണ്. അപ്പം ഇതൊന്നും ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങളതൊന്നും പറയുന്നു. പക്ഷേ ഓരോ വർഷവും ഞങ്ങൾക്ക് അഫിലിയേഷൻ തരണം, നിർബന്ധമാണ്. അപ്പം ഈ അഫിലിയേഷൻ കഴിഞ്ഞ 25-26 വർഷത്തെ അഫിലിയേഷൻ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കിട്ടാത്തത് കൊണ്ട് കുട്ടികൾക്ക് എന്തെന്നില്ല, അവർക്ക് ലോൺ എടുക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് ലോൺ എടുക്കാൻ കഴിയുന്നില്ല, അതോടൊപ്പം തന്നെ ഇവർക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ കഴിയുന്നില്ല, ബസ് പാസ് എടുക്കാൻ കഴിയുന്നില്ല, തുടങ്ങിയ കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയാത്തൊരവസ്ഥ വിശേഷമുണ്ട്. എന്നാൽ ബസ് പാസിന് പോലും നമുക്ക് ഈ അഫിലിയേഷൻ ഇല്ലാത്തൊരവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. അഫിലിയേഷൻ കിട്ടിയാലേ ഇതെല്ലാം നടക്കും. അഫിലിയേഷൻ നൽകാത്തൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. മുൻകാലങ്ങളിലൊന്നും ഇങ്ങനെ അഫിലിയേഷൻ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ബഹുമാനായ പുതിയ വൈസ് ചാൻസലർ വന്നപ്പോൾ ഇപ്പം അതും തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം. അതിൽ അദ്ദേഹത്തിന് ഇടൻ അജണ്ടകളുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ പക്ഷപാതപരമായ സമീപനമാണ് ഇക്കാര്യത്തിൽ വൈസ് ചാൻസലറുടെ ഭാഗത്തുണ്ടാകുന്നത്. സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിതുമായി സംസാരിക്കുമ്പോൾ അവർക്കൊന്നും വിശ്വസില്ല. സിൻഡിക്കേറ്റിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗമാണ് ഞാൻ ഉൾപ്പെടെ. അപ്പോൾ നമ്മൾ ഒരു മാസം മുമ്പ് അടിയന്തരമായും അഫിലിയേഷൻ നൽകണമെന്ന് തീരുമാനിച്ചിട്ട് പോലും ഫയലുകൾ ഫീസ് ഉൾപ്പെടാത്തൊരു സാഹചര്യം സംജാതമാവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഈ അഫിലിയേഷൻ മാത്രമൊന്നുമല്ല, ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്വാശ്രയ കോളേജുകൾ തകർക്കുന്ന നടപടി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ അഫിലിയേഷൻ തുടർന്ന് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, ബഹുമാനായ VC ഇപ്പം സ്ഥിരം VC അല്ല, അദ്ദേഹം ഒരു താൽക്കാലിക VC ആണ്. അതുകൊണ്ട് സ്ഥിരം VCയെ നിയമിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ വിദ്യാർത്ഥികൾക്കെതിരെ തൊട്ടതിനും പിടിച്ചതിനും ഫൈനാണ്. എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഉടനടി ഫൈനിടാം. അത് എത്ര 10,000 12,000 എത്രയോ കുട്ടികളുടെ ഭാവി തകർത്തു പോയിരിക്കാം. അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് അവർ മാൽ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ 1,000 2,000 ഇപ്പോൾ 10,000 20,000 ഒക്കെ പറയുക മാത്രമല്ല, എല്ലാ വിഷയങ്ങളിൽ നിന്നും പാസ്സായ വിദ്യാർത്ഥികൾ അവസാനത്തെ വെറുതെ കോപ്പി അടി എന്ന് പറഞ്ഞ കോളേജുകളിൽ നിന്നാണ് സാധനം പഠിക്കുന്നത്. ഇപ്പം അതില്ല. ഇപ്പം അത് പഠിക്കുന്നത് ഈ വാല്യുവേഷൻ ഗ്രാമെന്നാണ് പഠിക്കുന്നത്. കുട്ടികളെ കൊണ്ട് ഫൈൻ അടിപ്പിക്കാം. ഈ ഫൈന് 10,000 20,000 ആകുമ്പോൾ 200-300 കുട്ടികൾ ഫൈൻ അടിച്ചെന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി അടിയന്തരമായിട്ട് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കി പണം സമ്പാദിക്കാനുള്ള മാർഗമായി വിദ്യാർത്ഥികളെ ഉപയോഗിക്കാം. എന്നാൽ ഇവരോട് ഫീസ് പരീക്ഷാ സമയത്ത് ഒരുപാട് ഫീസ് വാങ്ങുന്നുണ്ട്.
ആ ഫീസുകൾ വയലേഷൻ ക്യാമ്പിനോ അധ്യാപകർക്കോ നൽകുന്നുമില്ല. അപ്പൊ ഇതൊക്കെ പണം സ്വരൂപിക്കാനുള്ള മാർഗമായി വിദ്യാർത്ഥികളെയും സ്വാശ്രയ കോളേജുകളെയും മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിർബന്ധമായും ഞങ്ങൾ ഇത് മുൻനിർത്തിക്കൊണ്ട് യൂണിവേഴ്സിറ്റി ഈ പക്ഷപാതകരമായ സമീപനങ്ങൾക്കെതിരെ സ്വാശ്രയ കോളേജുകൾ നടത്തുന്ന നടപടിക്കെതിരെ 28-ാം തീയതി ഈ മാസം 28-ാം തീയതി ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യൂണിവേഴ്സിറ്റിക്ക് മുമ്പിൽ. ആ സമരത്തിന്റെ മുന്നോടിയായി നാളെ മുതൽ നമ്മൾ എല്ലാ കോളേജുകളും സന്ദർശിച്ച് പുനരണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് ധർണ വിജയിപ്പിക്കാൻ ഈ ധർണ നടത്തിയതിനു ശേഷം ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാത്ത പക്ഷം ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് നേടിയെടുക്കുന്നവരെ ഞങ്ങൾ നിരന്തരമായ സമരം നടത്തും. അത് ഒരു ഏറ്റുമുട്ടൽ ഭാഗമല്ല, പക്ഷെ വിജയം ഞങ്ങൾക്ക് അനിവാര്യമാണ്. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിർബന്ധമാണ് എന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാൻ. അതുകൊണ്ട് ഇതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ സഹകരണം. മലയാളത്തിൽ അധ്യാപകരെ സൃഷ്ടിക്കാൻ ഒരു കാലത്ത് താല്പര്യം കാണിച്ചുകൊണ്ട് ആരംഭിക്കപ്പെട്ടതാണ് ആ സിലബസും അതിൻ്റെ രീതി. പക്ഷേ BA മലയാളത്തിലുള്ള അധ്യാപകർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്, കുട്ടികൾ ചേരുന്നില്ല. BA ഇംഗ്ലീഷ്, ഇതിൻ്റെ എല്ലാ ഭാഷകളും ആ രീതിയിൽ നിൽക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള സാധ്യത. ഒരു ഭാഷാ പഠനം കൊണ്ട് കുട്ടിയുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കാം എന്നതല്ലാതെ മറ്റതിനപ്പുറത്ത് ഉപജീവന നേടാനുള്ള മാർഗമായി അത് വരുന്നില്ല. കാലം മാറുകയാണ്. IT കുതിച്ചു പോകുന്നു എന്നാണ് നമുക്ക് പറയാൻ പറ്റിയത്. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു പുതിയൊരു സംവിധാനം നമ്മുടെ മേഖലകളിലാകെ വന്ന് അത് വിരാജിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് വിദ്യാഭ്യാസ രംഗത്തേക്ക് കൊണ്ടുവന്നിട്ട് കുട്ടികളെ നമ്മുടെ രംഗത്തേക്ക് ആകർഷിക്കാൻ പാകത്തിലേക്ക് നമുക്കൊന്നും സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് ഈ കാര്യം ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനും സർക്കാർ ശ്രദ്ധയിൽപ്പെടുത്താനും യൂണിവേഴ്സിറ്റികൾ ഇത് ഒന്ന് യോജിച്ച് നിന്നുകൊണ്ട് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഒരു സമൂലമായ പരിഷ്കരണത്തിന്റെ മാർഗത്തിലേക്ക് സഞ്ചരിക്കാനും ഭാഗത്തിലേക്ക് വളർന്നു വരണം. അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ് സമരയാത്രയും ഇതനുസരിച്ചുള്ള പ്രക്ഷോഭ പ്രവർത്തനങ്ങൾ യൂണിവേഴ്സിറ്റികളിലും ഏറ്റവും പിന്നിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി. നമുക്ക് നാണക്കേടാണ്. B+ കാറ്റഗറിയിൽ നിൽക്കുന്നതാണ്. B+ ആ സ്ഥാപനത്തിൽ എല്ലാവരും അറിയണ്ടേ. UGC 4 ഗ്രേഡ് പറഞ്ഞു കഴിഞ്ഞാല് 2.5 താഴെ നിൽക്കുന്ന സ്ഥാപനത്തെ B+ എന്ന് നമ്മൾ പറയുന്നു. കണ്ണൂർ കാറ്റഗറിയിൽ B+ കാറ്റഗറിയിൽ നിൽക്കുന്ന സ്ഥാപനമാണ്. B ആണ്, ഇപ്പം 4 B+ ആണ്. മാറ്റുന്നതിന് വേണ്ടി പദ്ധതികൾ പലതും ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും പ്രയോഗത്തിൽ വരുത്തുന്നതിന് വേണ്ടി യൂണിവേഴ്സിറ്റിക്ക് സാധിക്കുന്നില്ല. അതിന് മുഖ്യമായത് എന്തായാലും ആവശ്യമായ അധ്യാപകർ ഈ രംഗത്ത് ഉണ്ടാവുന്നില്ല. 1. 2, വൈസ് ചാൻസലർ പോലെയുള്ള പ്രഗത്ഭന്മാർ പോലും സ്ഥിരമായി നിശ്ചയിക്കപ്പെട്ട ആളുകളല്ല. 2, യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റുകളൊന്നും സജീവമായ രീതിയിലുള്ളതല്ല. ആവശ്യമായ സ്റ്റാഫും മറ്റ് സംവിധാനങ്ങളും. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസ് ഇല്ല. ബോർഡ് ഓഫ് സ്റ്റഡീസ് ഉണ്ടായാൽ പിന്നെ തീരുമാനമെടുത്ത് നടപ്പിലാക്കാനുള്ള വിഷയവും ഇല്ല. അപ്പൊ ഈ രംഗത്ത് മൊത്തത്തിൽ വരുമ്പോൾ ഒരു സിലബസ് പരിഷ്കരണ സാധനമേ ഇല്ലാതെ 10 വർഷം 15 വർഷം മുമ്പ് ഉണ്ടാക്കിയ സിലബസുകൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാലോചിതമായ മാറ്റം യൂണിവേഴ്സിറ്റി ചെയ്തേ മതിയാവും. അത് ചെയ്തതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളും അതേപോലെ തന്നെ ഭൂജന പ്രക്ഷോഭങ്ങളും ഈ കാര്യത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട്. അതിനാവശ്യമായ പ്രവർത്തനം നടത്തുക എന്നതാണ് ഇവിടെ ചെയ്യുന്നത്. സെൽഫ് ഫൈനാൻസ് കോളേജുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചു, 3 തരത്തിലുള്ള വിദ്യാഭ്യാസമല്ലേ ഇവിടെ മുഖ്യമായി കൊടുക്കുന്നത്. ഒന്ന് ഗവൺമെന്റിന്റെ നേതൃത്വം ഫ്രീ ആയിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്നു. മറ്റൊന്ന് എയ്ഡഡ് കോളേജുകളുടെ മാനേജ്മെന്റിലോട്ട് നടപ്പിലാക്കുന്നു. മറ്റൊന്നാണ് 50-50 സെൽഫ് ഫൈനാൻസ് കോളേജ് സിസ്റ്റം എന്ന നിലയിൽ വന്ന സാധനം. ഈ സെൽഫ് ഫൈനാൻസ് കോളേജ് സിസ്റ്റം നേരത്തെ സാറ് പറഞ്ഞ മാതിരി ഇന്നിപ്പോൾ സാമ്പത്തികമായ ഞെരുക്കത്തിൽപ്പെട്ട് സ്ഥാപനങ്ങൾ കൂട്ടിപ്പോകുന്ന അവസ്ഥയാണ്. ഇപ്പോൾ 16 കോളേജുകളുടെ അഫിലിയേഷൻ സ്വയം റദ്ദ് ചെയ്യുന്നതിന് വേണ്ടി യൂണിവേഴ്സിറ്റിയെ അപ്രോച്ച് ചെയ്ത് സെൽഫ് ഫൈനാൻസ് കോളേജ് മാനേജ്മെന്റ് കുറേ കോളേജുകൾ അവരുടെ കോഴ്സുകൾ വെച്ചുകൊണ്ടിരുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളിലേക്ക് കടന്നു വരുന്നു. സാമ്പത്തിക തകർച്ച ഒഴിവാക്കുന്നതിന് വേണ്ടി ഇനിയും ബാക്കി കോളേജുകൾ വലിയ അവസ്ഥ തുറന്നുകൊണ്ട് പോകും. മൊത്തത്തിൽ ഈ മേഖലയാകെ ഒരു ശക്തമായ പ്രക്ഷോഭത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു പോകേണ്ട സമയം അതിക്രമിച്ചു. അത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം സമരം ശക്തമാക്കുമെന്നും
നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും KSMA പ്രസിഡന്റ് MPA റഹീം, നാരായണൻ U, സൽമാൻ ഫാരിസി തുടങ്ങിയവർ രാത്രിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.